ഡോക്ടർ എ വേലുമണിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? തൈറോകെയർ എന്ന കമ്പനിയെക്കുറിച്ച് നിങ്ങൾ ഉറപ്പായിട്ടും കേട്ടിട്ടുണ്ടോ? വെറും 500 രൂപയ്ക്ക് തുടങ്ങിയ കമ്പനിയാണ് തൈറോകെയർ. ഇന്ന് അതിൻ്റെ ആസ്തി 3200 കോടിയാണ്. ആ ഒരു വളർച്ചയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയത് അദ്ദേഹം സ്വീകരിച്ച കുറച്ച് ടാക്ടിക്സുകളാണ്. അതിൽ എസ്പെഷ്യലി അദ്ദേഹം എംപ്ലോയി ഹയർ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം സ്വീകരിച്ച ടാക്ടിക്സ് ആണ്. 5 കാര്യങ്ങളാണ് അദ്ദേഹം ഒരു എംപ്ലോയി ഹയർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുന്നത്. ഒന്നാമത്തെ കാര്യം ഫയർ ഇൻ ദ ബെല്ലി എന്ന് പറയും. അദ്ദേഹം ഒരു എംപ്ലോയിയെ ചൂസ് ചെയ്യുന്നത് ഒരിക്കലും ആ വ്യക്തിയുടെ നോളജിനെ ബേസ് ചെയ്തിട്ടോ അദ്ദേഹത്തിന്റെ ലാംഗ്വേജിനെ ബേസ് ചെയ്തിട്ടോ ആയിരിക്കില്ല. അദ്ദേഹം പറയുന്നത് നിങ്ങളൊരു എംപ്ലോയി ചൂസ് ചെയ്യുന്നെങ്കിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഫയർ ഇൻ ദ ബെല്ലി എന്ന കോൺസെപ്റ്റാണ്. അതായത് ആ ആൾക്ക് വിശപ്പുണ്ടാവണം, ജോലിയുടെ ഒരു വിശപ്പുണ്ടാവണം. അതായത് ജോലി ആവശ്യക്കാരനായിരിക്കണം. ജോലി ആവശ്യക്കാരനാണെങ്കിൽ മാത്രമേ ആ ജോലിയെ ആ വ്യക്തി വാല്യൂ ചെയ്യുള്ളൂ. പോയിന്റ് നമ്പർ 2 എന്നത് ഫോക്കസ് ആണ്. അതായത് നമ്മളുടെ ഫോക്കസ് നഷ്ടപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റിനും ഉണ്ടാവും. അതിൽ പ്രധാനമാണ് മൊബൈൽ ഫോൺ. പുതിയതായിട്ട് എടുക്കുന്ന എംപ്ലോയീസിന്റെ സൂപ്പർവൈസേഴ്സിന് ആദ്യം അദ്ദേഹം കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ ഈ വ്യക്തി ഏതെങ്കിലും തരത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഫോക്കസ് ഔട്ട് ആകുന്നുണ്ടോ എന്നുള്ളതാണ്. മൂന്നാമത് അദ്ദേഹം ശ്രദ്ധിക്കുന്നത് ഡിസിപ്ലിൻ ആണ്. ചെയ്യുന്ന ജോലിയിൽ ആ വ്യക്തി സീരിയസ് ആണോ, അല്ലെങ്കിൽ അദ്ദേഹം ഓഫീസിൽ വരുന്നത് കൃത്യസമയത്താണോ, ഈ കാര്യം മോണിറ്റർ ചെയ്യും. നാലാമത് ശ്രദ്ധിക്കുന്നത് ആറ്റിറ്റ്യൂഡാണ്. അദ്ദേഹത്തിന്റെ മനോഭാവം, അദ്ദേഹത്തിന്റെ ജോബിനോടുള്ള മനോഭാവം, അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകരോടുള്ള മനോഭാവം. ഈ 3 കാര്യങ്ങൾ നോക്കിയിട്ട് അതിൽ മികച്ച പെർഫോമൻസ് കാണിക്കുന്ന എംപ്ലോയീസിനെ അദ്ദേഹം സെലക്ട് ചെയ്തിട്ട് ഫസ്റ്റ് മന്ത് തന്നെ സാലറിയിൽ ഒരു ഇൻക്രിമെന്റ് കൊടുക്കും. അദ്ദേഹം പറയുന്നത് ഞാൻ അങ്ങനെ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ഒരു മോട്ടിവേഷൻ ആകാൻ വേണ്ടിയിട്ടാണ്. അതേ ഒരു കണക്ക് പറയുന്നത് ഇങ്ങനെയാണ്: ഒരു 100 എംപ്ലോയീസിനെ നമ്മൾ ഹയർ ചെയ്താൽ അതിൽ ഒരു 10 പേര് മാനേജർ പൊസിഷനിലേക്ക് പ്രൊമോട്ട് ആവും. 20 മുതൽ 25 ആൾക്കാർ അസിസ്റ്റന്റ് ലെവലിലേക്കും പ്രൊമോട്ട് ആവും. ബാക്കി വരുന്ന ഒരു 50 ആൾക്കാരുണ്ടാവും. ഈ 50 ആൾക്കാർ നമ്മുടെ ഓർഗനൈസേഷന് ഒരു ഭീഷണിയാണ്. അവരെ എത്രയും പെട്ടെന്ന് ആ ഓർഗനൈസേഷനിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യണം. 5ാമത്തെ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ എല്ലാവരുടെയും ധാരണ ഏത് സമയത്ത് നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നത് 30 വയസ്സിന് ശേഷം മാത്രമേ നിങ്ങൾ ഒരു സ്വന്തമായിട്ട് സ്ഥാപനത്തെക്കുറിച്ച് ചിന്തിക്കാവുള്ളൂ. കാരണം അദ്ദേഹത്തിന്റെ 37ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥാപനം തുടങ്ങുന്നത്. അദ്ദേഹം പറയുന്നത് ആദ്യത്തെ 5 വർഷം നിങ്ങൾ ബിസിനസിനെ കുറിച്ച് പഠിക്കണം. 10 വർഷം ഏതെങ്കിലും നല്ലൊരു ബോസിന്റെ കൂടെ നിങ്ങൾ വർക്ക് ചെയ്യണം. ആ സമയത്ത് പൈസ കൊടുക്കാതെ പൈസ ഇങ്ങോട്ട് വാങ്ങിക്കൊണ്ട് നിങ്ങൾക്ക് കമ്പനിയുടെ പ്രോസസ്സിനെ കുറിച്ചും സിസ്റ്റത്തിനെ കുറിച്ചും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. എപ്പോഴാണോ നിങ്ങളിലൂടെ ആ കമ്പനിക്ക് പ്രോഫിറ്റ് കിട്ടാൻ തുടങ്ങുന്നത് ആ സമയത്ത് നിങ്ങൾ ആ ഒരു ബിസിനസിനെ കുറിച്ച് ആലോചിക്കണം. അതാണ് നിങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ പറ്റിയ ഏറ്റവും നല്ലൊരു അവസരം. ഈ 5 കാര്യങ്ങളാണ് അദ്ദേഹം ഒരു എംപ്ലോയിയെ ഹയർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുന്നത്. അദ്ദേഹം ചൂസ് ചെയ്യുന്ന എല്ലാം തന്നെ ഫ്രഷേഴ്സ് ആണ്. അദ്ദേഹത്തിന് 25,000 എംപ്ലോയീസും ഫ്രഷേഴ്സ് ആയിരുന്നു. അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ എംപ്ലോയീസിനെ നിങ്ങൾ തന്നെ ട്രെയിൻ ചെയ്യുക. കാരണം നിങ്ങളുടെ അത്രയും ആത്മാർത്ഥത വേറെ ഒരാൾക്കും ഉണ്ടാവില്ല. അവരെ നിങ്ങൾ 100 ദിവസം നിങ്ങൾക്ക് ട്രെയിൻ ചെയ്യാൻ സാധിച്ചാൽ നിങ്ങളുടെ കോമ്പറ്റീറ്ററിന്റെ 1000 ദിവസം ട്രെയിനിങ് നേടിയ എംപ്ലോയിക്കാലും മികച്ചതായിരിക്കും നിങ്ങളുടെ എംപ്ലോയീസ്. ഫിനാൻഷ്യലുള്ള നേട്ടം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം ഫ്രഷേഴ്സിനെ ചൂസ് ചെയ്യുന്നതുകൊണ്ട് മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സ് 25% എംപ്ലോയീസ് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹം സ്പെൻഡ് ചെയ്യുന്ന വെറും 10%. ഈ 5 ടാക്ടിക്സുകളാണ് എംപ്ലോയീസിനെ ഹയർ ചെയ്യുന്ന സമയത്ത് തൈറോകെയർ എന്ന കമ്പനി ഫോളോ ചെയ്യുന്നത്. ആസ് ആൻ ഓൺട്രപ്രണേഴ്സ് നിങ്ങൾക്കും ഫോളോ ചെയ്യാവുന്ന ഒരു മെത്തേഡ് തന്നെയാണ്. താങ്ക് യു സോ മച്ച്.